സോണിയുടെ. ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരുടെ വീട്ടിലൊക്കെ ഇത് കാണുമായിരുന്നു. കറിയുപ്പ് മഞ്ഞമല പോലെ കിടക്കുന്ന കണ്ടില്ലേ? രാത്രി 10 മണിയൊക്കെ ആവുന്ന പറഞ്ഞത് ചുമന്ന് തീരുമ്പോൾ. ഇതിൻ്റെതാ ഇതിങ്ങനെ നൂന്ന് വരും, നിവർന്ന് വരും. വലിയ തരണ്ടി നോക്കേ. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൂത്തുക്കുടി അല്ലെങ്കിൽ ടൂട്ടുക്കോറിൻ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ വന്നത് ഇന്നലെ കൊല്ലത്തുനിന്നാണ് ട്രെയിനിൽ വന്നത്. കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 175 രൂപയുള്ളൂ. പാലരുവി എക്സ്പ്രസ്സിനകത്താണ് വന്നത്. അത് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. പാലക്കാട് നിന്ന് വൈകുന്നേരം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ് പാലരുവി എക്സ്പ്രസ്. പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി തൃശ്ശൂർ വഴി, എറണാകുളം ടൗൺ വഴി, കോട്ടയം വഴി, കൊല്ലം വഴി, ചെങ്കോട്ട തെങ്കാശി വഴി, തിരുനെൽവേലി വഴി ഈ ടൂട്ടുക്കോറിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പോൾ ഞാൻ കയറിയത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, രാത്രി 11:15 കയറിയത്. രാത്രി 11:15 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേന്ന് രാവിലെ 6:30 ആകുമ്പോൾ തൂത്തുക്കുടിയിലെത്തും. നല്ലൊരു യാത്രയായത്. ഈ വണ്ടി മുൻപ് തിരുനെൽവേലി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തൂത്തുക്കുടി വരെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. തിരുനെൽവേലി രാവിലെ ഒരു 4:45 ആ ഒരു സമയത്തെത്തും. പട്ടി അങ്ങനെ ഞാനിങ്ങനെ ഈ ട്രാവൽ ബാഗ് ഇട്ട് പോകുമ്പോഴത്തേക്കും പട്ടിക്കൊന്ന് കുരയ്ക്കണമെന്ന് തോന്നും. എന്തായാലും ഈ ഒരു സമയം കൊള്ളാം. രാവിലെ 6:30 എത്തുന്നത് കൊണ്ട് നമുക്ക് ഉറക്കക്ഷീണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിലെല്ലാം കുളിച്ച് ഫ്രഷായിട്ട് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ പെയ്ഡ് വെയിറ്റിംഗ് റൂമൊന്നുമില്ല. ഒരുപാട് തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല ഈ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വന്ന് ട്രാക്ക് തീരുവാണ്. കന്യാകുമാരി, ചെന്നൈ അവിടെയൊക്കെ ട്രാക്ക് തീരുമല്ലോ, അതേപോലെ ഇവിടെ വന്ന് ട്രാക്ക് തീരുന്നൊരു റെയിൽവേ സ്റ്റേഷനാണിത്. പേൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിനെ. ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും പേൾ സിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോഴെന്തായാലും ഇപ്പം സമയം രാവിലെ 8 മണി ആയിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ നേരത്തെ നോക്കിയ ഒരു സമയം ഓർത്ത് പറഞ്ഞതാണ്. കാര്യം ഞാൻ വാച്ചിലോട്ട് നോക്കിയപ്പോഴത്തേക്കും വാച്ച് നിന്ന് സമയം ശരിയല്ല. അതൊക്കെ വാച്ച് ഓടുന്നില്ല. അങ്ങനെ എന്തായാലും നമുക്ക് ഈ വാച്ച് ഒന്ന് ഓട്ടിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളും ഉണ്ട്. അപ്പോഴിന്ന് തൂത്തുക്കുടിയിലെ വാച്ച് കട നമുക്ക് തിരക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും കഴിക്കണം, ഫുഡ് വല്ലതും കഴിക്കണം. ഇതെവിടെയായിട്ട് ടൂട്ടുക്കോറിൻ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളാണ്. അങ്ങനെ അയ്യോ, ഞാൻ പറഞ്ഞ് വീഡിയോയിൽ നോക്കി സംസാരിച്ച് വന്നപ്പോൾ ഇതാ ഇവിടെയായിട്ട് നോക്കി ഒരു കുഴി. ഓട ട്രെയിനേജാ. സത്യം പറഞ്ഞാലേ ആ സ്റ്റുഡൻസിനെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ശ്രദ്ധ പോയതും പിന്നെ ഞാൻ ക്യാമറയിൽ നിന്ന് മാറ്റി താഴോട്ട് നോക്കിയതും. ഇല്ലായിരുന്നെങ്കിൽ കുഴി വീണേനെ. എന്തായാലും നമുക്കേ രാവിലെ എന്തെങ്കിലും കഴിക്കാം. ഇതെവിടെ പശു പിണ്ണാക്ക് എന്തോ സംഭവം തിന്നുകൊണ്ട് നിൽക്കുന്നത്. എന്തോ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കഴിച്ചുകൊണ്ട് നിൽക്കുക. കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. എന്തോ വേറൊരു പശു ഓടി വരുന്നു. ദൈവമേ, ഇങ്ങോട്ടാണോ ഓടി വരുന്നത്? ഞാൻ ആ പശുവിനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരുത്തൻ ഓടി വന്നതാണ്. ഒരുത്തനല്ല, ഒരുത്തിയാ അത്. അതിൻ്റെ ഹസ്ബൻഡാണെന്നോ നീ നിൽക്കുന്നത്. ഞാനിവിടെ ആയിട്ട് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഒരു കരുവാട് കട എന്ന് പറഞ്ഞൊരു കട കണ്ടു. ഞാനിങ്ങോട്ട് പെട്ടെന്ന് നടന്ന് സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ ഒരു സൈഡ് കൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ പഫ്സ് കാണാമായിരിക്കും എന്നാണ് വിചാരിച്ചത്. വെജ് പഫ്സൊക്കെ ഉണ്ടല്ലോ, അതേപോലെ വിചാരിച്ചത്. പക്ഷേ കരുവാടാണിത്. ഇത് എന്താ മീൻ? പാരക്കരുവാടാണ്. നല്ല മണമുണ്ട്. ഇതൻ ശീല വഞ്ചറ മീനാ? അതെ, ഇവിടെ വഞ്ചറ മീൻ എന്ന് പറയുമ്പോൾ നെയ്മീൻ, ആ മീനാണിത്. ഇത് എവ്വളോ കിലോ? ചാളയും നെത്തോലി എല്ലാം ഉണ്ടല്ലേ? ചാള കിലോ 200, നെത്തോലി 400. ഓ, ഇത് ചെറിയ വാളയാണ് 300. വാള 300 കിലോ. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ വാങ്ങിയിട്ട് പോവാം. ഇതെവിടെയായിട്ടൊരു ബാഡ്മിൻ്റൺ ക്ലബ് ആൻഡ് ജിം. അത് കൊള്ളാമല്ലോ. തൂത്തുക്കുടി മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇതെവിടെയായിട്ട് നോക്കേ, കുടിവെള്ളം കൊണ്ടുപോകുന്ന ചെറിയ വണ്ടി, കുടമെല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതേപോലത്തെ വണ്ടികൾ ഇവിടെ ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മണപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു. അപ്പോഴവിടെയും ഉണ്ട് ഇതേപോലെ വെള്ളം കൊണ്ടുപോകുന്ന വണ്ടി. അതൊരു തൊഴിലായിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. കാര്യം ആ ഒരു സ്ഥലത്ത്, മണപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് കിണർ കുറച്ച് ദൂരെയായിട്ടാണുള്ളത്. ആ ഒരു കിണറിൽ പോയി വെള്ളം എടുത്തിട്ട് ഓരോരോ വീടുകളിലും ഓരോ കുടം വെള്ളം എത്തിക്കും. അങ്ങനെയൊക്കെ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്ത ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലേ. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ടിറങ്ങി ഇങ്ങനെ വന്നിരിക്കുവാണ്. ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു 8 മണിയായതേ ഉള്ളെന്ന്. അതുകൊണ്ട് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, എല്ലാം അടഞ്ഞു കിടക്കുവാണ്. ATM വരെ അടഞ്ഞു കിടക്കുവാണ്.
ഞാനിങ്ങനെ അടഞ്ഞു കിടക്കുന്ന കടകളുടെ അടുത്ത് നിന്ന് തിരിഞ്ഞ് ബാക്കിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആയിട്ട് മുനിസിപ്പൽ ഓഫീസാണ് തൂത്തുക്കുടി, ആ കാണുന്ന ബിൽഡിംഗ്. എന്തായാലും ആ ഒരു ബിൽഡിംഗ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പഴയ കെട്ടിടം, പഴയതെന്ന് വെച്ചാൽ ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് വന്നപ്പോൾ ഇതെവിടെയായിട്ട് ചിക്കൻ ബിരിയാണി 50 രൂപ. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊരു കൈ നോക്കാം. ഇതെവിടെയായിട്ട് ഒരു വണ്ടി നോക്കേ, ലോഡ് അടിക്കുന്ന വണ്ടിയാണ്. TVS എക്സലിനകത്ത് ചെയ്തിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. TVSൻ്റെ ടാങ്കൊക്കെ ഉണ്ട്, ഫ്യൂൽ ടാങ്കേ. ഇതാ കണ്ടില്ലേ, എന്തായാലും ഈ വണ്ടി കൊള്ളാം അല്ലേ. ഫ്രണ്ടിൽ 4 ഷോക്ക് ഓപ്സറൊക്കെ ഉണ്ട്. നോക്കേ, 1, 2, അതേപോലെ അപ്പുറത്തെ സൈഡിലും 2, 4 ഷോക്ക് ഓപ്സർ ഉണ്ട്. പിന്നെ അത് എക്സ്ട്രാ ആയിട്ട് കമ്പിയൊക്കെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, നല്ല സ്ട്രോങ് ആണ് വണ്ടി. ഇതാ കണ്ടില്ലേ, TVSൻ്റെ ഫ്യൂൽ ടാങ്ക് എല്ലാം വെച്ചിരിക്കുന്നത്. ഇത് TVS എക്സലാ, ഇത് സ്കൂട്ടറാ. ഓ, ആ, ഗിയർ ഉണ്ടോ? ഗിയർ എടുക്കാം. അവിടെ ഗിയറൊക്കെ ഉണ്ട്. ഇതാ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓ, അങ്ങനത്തെ സംവിധാനം എല്ലാം ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ച് ഗിയർലെസ് ആയിരിക്കുമെന്ന്. എന്തായാലും കൊള്ളാം. എന്താ പേര്? രാജേന്ദ്രൻ. ഓക്കെ. എന്നമ്മോ, തിരിഞ്ഞപ്പോൾ ദാവരണം വന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓപ്പോസിറ്റുള്ള വഴി കുറച്ച് നടന്ന് വന്നപ്പോഴത്തെ എവിടെയായിട്ട് A1 സൈവം ഇഡ്ഡലി കടൈ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. പൂരിയൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. പൂരിയോ ഇഡ്ഡലിയോ എന്തെങ്കിലും കഴിക്കാം. യെസ്, അങ്ങനെ പൂരിയും വടയും വാങ്ങിയിട്ടുണ്ട്. പൂരി മസാല. കൊള്ളാം, ടേസ്റ്റുണ്ട്. അങ്ങനെ ഒരു ചായ വാങ്ങിയിട്ടുണ്ട്. കുറേ നാളായി ഒരു തമിഴ്നാട് ചായ കുടിച്ചിട്ട്. തമിഴ്നാട്ടിലോട്ട് വന്ന് വീഡിയോ എടുത്തിട്ട് കുറേ നാളായല്ലോ. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചതിന് ശേഷം പൈസ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇത് എവിടെയായിട്ടൊരു മ്യൂസിക് സിസ്റ്റം ഇരിക്കുന്ന കണ്ടില്ലേ, സോണിയുടെ. ഇത് ഇങ്ങനത്തെ സിസ്റ്റം എവിടെയും കാണാനില്ല. ഒരു പ്രത്യേക ഫീലാണ് ഇതിൽ പാട്ട് കേൾക്കാനേ. മുൻപൊക്കെ ഒരുപാട് വീടുകളിലുണ്ടായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരുടെ വീട്ടിലൊക്കെ ഇത് കാണുമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ചായ കൂടി എല്ലാം കഴിഞ്ഞു. എല്ലാം കൂടി 70 രൂപ. അപ്പോൾ ഇവിടെ നിന്ന് ദിരേസ്പുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോഴങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അവിടുത്തെ സമയം കഴിയാറായെന്നും പറഞ്ഞു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. 10-10:30 വരെയൊക്കെ കാണത്തുള്ളെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഒരു 8:30, 8:45 ആയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിനടുത്തായിട്ട് ഉപ്പുപാടമൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷെയർ ഓട്ടോ വരും. ഷെയർ ഓട്ടോയിൽ കയറി ദിരേസ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. ഈ മുനിസിപ്പൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലേ ഷെയർ ഓട്ടോ കിട്ടും. ഇതാ ഒരു ദിരേസ്പുരം ഒരു ഷെയർ ഓട്ടോ വന്നിട്ടുണ്ട് ദിരേസ്പുരത്തോട്ട് പോകാൻ. ഇതാ സൗണ്ടിൻ്റെ ബാസ് ട്യൂബെല്ലാം വെച്ചിരിക്കുന്ന. ഓക്കെ, 2 എണ്ണം. എന്തായാലും കൊള്ളാം. ഇതിനകത്തുള്ളൊരു യാത്രയെ നല്ല സ്പേസ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞാൻ ദിരേസ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷെയർ ഓട്ടോ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കിയ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഞാൻ ഈ വന്നിറങ്ങിയ സ്ഥലത്തിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ക്ലോക്കിൻ്റെ പടമെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാച്ചൊക്കെ നന്നാക്കുമെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഓപ്പൺ ആവുമായിരിക്കാം. കണ്ടില്ലേ, ഇവിടെ ഒരു വലിയൊരു ക്ലോക്കിൻ്റെ പടം കാണിച്ചിരിക്കുന്നത്. പിന്നെ അതേപ്പുറത്തായിട്ട് സ്മാർട്ട് വാച്ചൊക്കെ ഉണ്ട്. സെയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ദിരേസ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ടുള്ള ഹാർബറിലോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പം സമയം നോക്കണമെങ്കിൽ ഫോൺ എടുത്ത് നോക്കിയേ പറ്റത്തുള്ളൂ. 9:05 ആയിട്ടുണ്ട്. 10-10:30 വരെ കാണുമെന്നാണ് പറഞ്ഞത്. ഇതെവിടെയൊക്കെ ആയിട്ട് ഐസ് ഫാക്ടറിയാണ്. മീനിടാൻ വേണ്ടിയിട്ടുള്ള ഐസൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. റാണി മഹൽ ഫുൾ AC. ഒരു കല്യാണ ഓഡിറ്റോറിയമാണിത്. ഇവിടെ ഒരു പ്രൈമറി സ്കൂളുണ്ട്. ഇതാ നോക്കേ, ഈ കാണുന്നത് ഒരു പ്രൈമറി സ്കൂളാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. സമയം കഴിഞ്ഞോന്നും അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഈ വഴി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് നടന്ന് പോകുന്നതിന് സൈഡിലായിട്ട് ഇവിടെയായിട്ട് വലിയൊരു ആറ് കാണാം. ഇതെവിടെയൊക്കെ ആയിട്ട് ഉണക്കമീൻ വെച്ചിട്ടുണ്ട്. വലിയ ഉണക്കമീനുകൾ. ഓക്കെ, ഇവിടെയൊക്കെ വെറുതെ മീനെടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോഴേ ഉണങ്ങി റെഡിയായിട്ട് വരും. നല്ല വെയിലും നല്ല ചൂടുമുണ്ട്. മീൻ കട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ആൾക്കാർ കട്ട് ചെയ്ത് മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇതെവിടെയായിട്ടൊരു മീൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
വറ്റപ്പാരയാണ് മീൻ, വറ്റപ്പാര. കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടാണ്. ഉങ്ക പേര്? കട്സൺ. ഓക്കെ, താങ്ക്സ്. അത് കൊള്ളാമല്ലോ. 25 രൂപയേ ഉള്ളൂ 1 കിലോ മീൻ കട്ട് ചെയ്ത് തരുന്നതിന്. അത്രയും സമയം നമ്മൾ മെനക്കെടണ്ടല്ലോ. ഇവിടെയൊക്കെ ആയിട്ട് വലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലയ്ക്കകത്തുനിന്ന് കിട്ടിയ ശംഖും ചിപ്പിയും കക്കയൊക്കെയാണ്. ഇതാ ഇവിടെ ആയിട്ട് നോക്കിയ ഒരു സ്റ്റാർ ഫിഷ്. ഇത് കൊള്ളാലോ. ഇത് ഇന്ന് ബ്ലൂ കളർ എന്താ ബ്രദർ? ഇത് മൂരൈ. മൂരൈ എന്ന് ഇവിടെ പറയുന്നത് തമിഴിൽ. എന്താണ് ഇതിൻ്റെ മലയാളത്തിലെ പേരെന്ന് അറിയാൻ വയ്യ. ഇത് ഇവിടെ ആയിട്ട് നോക്കേ, ഒരു പ്ലാസ്റ്റിക് സംഭവത്തിൽ നിറച്ചും ശംഖുകൾ, ശംഖ്, ചിപ്പി, കക്ക, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കി ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു മീൻ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പരിസരത്തുനിന്നും ഹാർബറിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചധികം ബൈക്കുകളെല്ലാം വെച്ചിട്ടുണ്ട്. ലേലമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ആയിട്ടൊരു സ്കൂട്ടറിൽ നോക്കേ മീനൊക്കെ ആയിട്ട് പോകുന്നത്. ഇത് സെക്കൻഡ് ക്വാളിറ്റി. പുള്ളി ഉള്ളതുപോലെ പറഞ്ഞ് സെക്കൻഡ് ക്വാളിറ്റിയാണ്. ടേസ്റ്റ് വഞ്ചറ മീൻ മാതിരി, വഞ്ചറ മീൻ പോലെ ഇരിക്കും, പക്ഷേ വഞ്ചറ മീൻ അല്ല എന്ന് പറഞ്ഞു. ഹാർബറിൻ്റെ ഷെഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ ലേലം വിളിയെല്ലാം നടക്കുവാണ്. 7000. ആ പുള്ളി ലേലം വിളിക്കുന്നത് കാണാനൊരു പ്രത്യേക രസമുണ്ട്. കണ്ടില്ലേ ആ പുള്ളി ലേലം വിളിക്കുന്ന രീതി നോക്കേ. അത് കൊള്ളാം അല്ലേ? ആ വിളിക്കുന്ന രീതി കൊള്ളാം. ഞണ്ടുകൾ, പലതരം ഞണ്ടുകളുണ്ട്. ഇതെവിടെ കേട്ട് നോക്കേ, വലിയ വലിയ മീനുകൾ കിടക്കുന്നത്. വലിയ തരണ്ടി നോക്കേ. ഇതിൻ്റെ വലിപ്പം എങ്ങനെ മനസ്സിലാക്കുന്നത്? എങ്ങനെ കാണിച്ചു തരുന്നത്? കൈ വെച്ച് കാണിച്ചു തരാം. നോക്കേ, അത്രയും വലിപ്പമുണ്ട്. ഏകദേശം ഒരു 5 അടി നീളം എങ്ങനെ കാണും, ഇങ്ങോട്ടൊരു 4 അടി നീളവും കാണും. എന്തായാലും കൊള്ളാം. എത്ര കിലോ ആണ്? 150 കിലോ. ഓ, റേറ്റ് 100 റുപ്പീസ്. 100 രൂപയാണ് കിലോ. 150 കിലോ ഉണ്ട് ഇതിൻ്റെ ഭാരം. ഇതെവിടെയായിട്ടൊക്കെ നോക്കേ, വലിയ വലിയ ഓലത്തള. ഓലത്തള എന്ന മീനിൻ്റെ പേര്. ഇതിങ്ങനെ നൂന്ന് വരും, നിവർന്ന് വരും. കണ്ടില്ലേ? ഈ കിടക്കുന്ന മീനിൻ്റെ പേര് പാലാമീൻ. പാലമീൻ എന്ന മീനിൻ്റെ പേര്. പാലമീൻ അത്ര ടേസ്റ്റുള്ള മീനല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതെവിടെ കേരച്ചൂര. 200 രൂപയാണ് കിലോ വില. ചൂണ്ടയൊക്കെ വയലിരിക്കുന്നതൊക്കെ. കണ്ട മീനെ കൊണ്ടുപോകുന്നത്, വലിച്ചടിച്ച് കൊണ്ടുപോവുക. സൈക്കിൾ വണ്ടിയിൽ മീനെ കയറ്റുവാണ്. നോക്കേ, ഓലത്തളയെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. 1, 2, 3, 4, 5 എണ്ണം ഉണ്ട് ഇതിനകത്ത്. എന്തായാലും കൊള്ളാമല്ലേ ഈ ഒരു വണ്ടി? ഇത്രയും ലോഡ് അതിനകത്ത് കയറുന്നുണ്ടെന്നുള്ളേ. ഇത് കൂടാതെ വേറെ കൊട്ടയ്ക്കകത്ത് കയറ്റാനുള്ള പരിപാടിയാണ്. ഇതാ കണ്ടില്ലേ? ഇതെവിടെയായിട്ട് നോക്കേ, വലിയ ഓലത്തള. ഇതിൻ്റെ നീളം നോക്കണമെങ്കിൽ ഞാനിങ്ങനെ നടന്ന് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8. എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് 10 അപ്പോഴത്രയാണ് ഈ മീനിൻ്റെ നീളം. ഈ മീനെക്കാട്ടി നീളം കൂടുതലുണ്ട് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന മീനിന്. നല്ല നീളമുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ചെറുകിട ലേലങ്ങൾ നടക്കുവാണ്. കുഞ്ഞു കുഞ്ഞു സെറ്റ് മീനുകൾ. കണ്ടില്ലേ? ചെറിയ ചെറിയ പോർഷനായിട്ട് തിരിച്ച് മാറ്റി വെച്ചിരിക്കുവാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതെന്തായാലും കൊള്ളാം. എല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് ലേലം വിളി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കാനൊന്നും പറ്റുന്നില്ല. ഇതല്ല, വേണ്ട. വിളമീൻ എന്ന് പറഞ്ഞ മീനായത്. ഇത് എவ்வளோ റേറ്റ്? 300 രൂപയാണ് വില. വിളമീൻ. ഊളി എന്ന് പറഞ്ഞ മീനായത്. പിന്നെ അതാ ശീലാവുണ്ട്. അങ്ങനെ പലതരം മീനുകളുണ്ട്. 1.5 കിലോ ഉണ്ടെന്നാണ് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ വലിപ്പം. കിലോയ്ക്ക് 400 രൂപ ഇവിടെ വില. പക്ഷേ ഇത് വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ 600-700 രൂപയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് അയില
സെപ്പറേറ്റ് മാറി കിടക്കുന്നതൊക്കെ തകർത്ത് ലേലം വിളി നടന്നുകൊണ്ടിരിക്കുവാണ്. എന്തായാലും ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ വന്നിങ്ങനെ കണ്ട് പലതരം വ്യത്യസ്തമായിട്ടുള്ള മീനുകൾ കാണാനൊരു പ്രത്യേക രസമുണ്ട്. ഈ മീനിൻ്റെ ഇനത്തിൻ്റെ പേരെന്താണെന്ന് അറിയാൻ വയ്യ, പക്ഷേ ഇത് കാണാനൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ എപ്പോഴും കാണാറില്ല. കാണുമായിരിക്കും, ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കുടം കൊണ്ടുപോകുന്ന വണ്ടി കണ്ടില്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ? അതേപോലത്തെ വണ്ടിയിൽ മീൻ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഐസൊക്കെ ഇട്ട് വെച്ചിരിക്കുവാണ്. ഈ മീൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളർ. ഇതാ ഇവിടെ സൈക്കിളിൽ കൊട്ടകളിൽ മീൻ കൊണ്ടുവന്നിരിക്കുവാണ്. ഇവിടെയൊക്കെയായിട്ട് ഒരുപാട് മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ, ഫിഷ് കട്ടിങ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഫിഷ് കട്ടിങ് സ്കിൽസ് ഇൻ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മീൻ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഓരോ അമ്മമാർ മീൻ കട്ട് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുവാണ്. അകത്തായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് മീൻ കട്ട് ചെയ്തുകൊണ്ടേ. എവിടെയായിട്ട് നോക്കിയാൽ വലിയൊരു പട്ടി. ഇവിടെ ഇഷ്ടംപോലെ ഉണക്ക മീനുകളുമുണ്ട്. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു ഉണക്കമീൻ, ഒരു മീൻ പിളർത്തി വെച്ചിരിക്കുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. നല്ല വലിപ്പമുണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ ആയിട്ട് ഓലയൊക്കെ ഇട്ട് മേഞ്ഞിരിക്കുവാണ് വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടേ. ഇവിടെയൊക്കെ എല്ലാവരും മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വരിവരിയായിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട് മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. എന്താ മീനിക്ക് പേരെന്താ? തമ്പ. തമ്പ തമ്പ എന്ന് പറഞ്ഞ മീനാണിത്, ഈ ചുമന്ന മീൻ. എന്തായാലും ആ ഒരു മീൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് മുറിച്ച് പീസാക്കി ഇടുന്നതൊക്കെ സാധാരണ മുറിക്കുമ്പം മീനിനകത്തായിരിക്കും ചോര, പക്ഷേ ചോരയെന്ന് വെച്ചാൽ ആ ഒരു ചുമപ്പ് കളർ. പക്ഷേ ഇവിടെ നോക്കേ, മുറിക്കുമ്പം അകത്ത് വെള്ള കളറും പുറത്ത് തൊലിയുടെ കളറ് ചുമപ്പും. അങ്ങനെ ഞാൻ ഹാർബറിനകത്തൂടെ നടന്നിട്ടതാ വള്ളമെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുവാണ്. സത്യം പറഞ്ഞാലേ ഒരു തൊപ്പി മേടിച്ച് വെക്കണമെന്ന് തോന്നുന്നുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വെക്കുന്നൊരു ടൈപ്പ് തൊപ്പിയുണ്ടല്ലോ, അതൊരെണ്ണം എവിടെയെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ വാങ്ങാമായിരുന്നു. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കടയിൽ ചോദിച്ചു, പക്ഷേ അവിടെ ഇല്ല, തീർന്നു പോയെന്നാണ് പറഞ്ഞത്. നല്ല വെയിലടിക്കുന്നുണ്ട്. രാവിലെ 9:30 സമയമാണെങ്കിലേ വെയിലിനൊരു ശമനവുമില്ല. അങ്ങനെ ഇപ്പം ലേലമെല്ലാം അവസാനിച്ചിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, എല്ലാം ഒതുങ്ങി ക്ലീനാക്കി ഇട്ടിരിക്കുവാണ്. ഞാനിവിടെ കുറച്ച് നേരം അങ്ങോട്ട് മാറി ഒരു തണലത്തിരുന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ടിപ്പം പുറത്തോട്ടിറങ്ങിയിരിക്കുവാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്. സമയം 10:15 ഇവിടെ അടുത്തായിട്ടൊരു തിയേറ്ററിൽ 11 മണിക്കാണ് ഷോ. ലബ്ബർ പന്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ക്രിക്കറ്റ് കളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ലബ്ബർ പന്ത് നല്ല സിനിമയാണെന്ന് പറയുന്നു. അതൊന്ന് പോയി കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴേ വെയിലൊക്കെ ഒന്ന് നട്ടുച്ച സമയം മാറുമല്ലോ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമുക്കിറങ്ങാം. ഉപ്പുപാടം എല്ലാം ഉണ്ട്, അങ്ങോട്ടൊക്കെ പോവാം. ഇനിയിപ്പം എന്തായാലും നമുക്കേ തിയേറ്ററിലേക്ക് പോവാം. നമ്മൾ ഓട്ടോ ഇറങ്ങിയെടുത്ത് വന്നിരിക്കുവാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് ഓട്ടോ കയറി തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോവാം. നമുക്കൊരു ഷെയർ ഓട്ടോ കിട്ടിയിരിക്കുവാണ്. ക്ലിയോപാട്ര എന്നാണ് തിയേറ്ററിൻ്റെ പേര്. അപ്പോൾ ആ തിയേറ്ററിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഷെയർ ഓട്ടോ കയറിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുവാണ്. വിവോയുടെ സർവീസ് സെൻ്ററൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതിനടുത്തായിട്ടൊരു ഫയർ സ്റ്റേഷനുമുണ്ട്. ആ കാണുന്നത് ഫയർ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. തൂത്തുക്കുടി ഫയർഫോഴ്സ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്തായിട്ടാണ് സിനിമാ തിയേറ്റർ ഉള്ളത്. ഇപ്പം സമയം 10:35 11 മണിക്കാണ് ഷോ. എന്തായാലും നമുക്കേ ഈ വെയിലത്ത് കുറച്ച് നേരം തിയേറ്ററിൽ കയറിയിരിക്കാം. ഞാൻ കഴിഞ്ഞ തവണ തൂത്തുക്കുടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴും ഈ ഒരു സമയത്ത് സിനിമയ്ക്ക് കയറിയായിരുന്നു. അത് നല്ലൊരു ആശ്വാസമാണ്. അത് ശ്രീ ബാലകൃഷ്ണ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററായിരുന്നു. അവിടെയും ഇപ്പം ഞാൻ കാണാൻ പോകുന്ന സിനിമയുണ്ട്. ഞാൻ പിന്നെ ആ തിയേറ്ററിൽ കയറിയിട്ടുള്ളത് കൊണ്ട് ഈ ക്ലിയോപാട്ര എന്ന് പറഞ്ഞ തിയേറ്ററിലോട്ട് പോവുകയാണ്. കയറിയിട്ടില്ലാത്തടത്ത് കയറാം, അതല്ലേ നല്ലത്. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഒരു വിൻറ്റേജ് വണ്ടി. എൻജിനെല്ലാം ഉണ്ട്, പക്ഷേ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ലൈറ്റ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും കൊള്ളാം അത് കാണാനേ. സ്റ്റിയറിങ്ങിൻ്റെ അടുത്തായിരിക്കും ഗിയർ വരുന്നത്. അല്ല, സ്റ്റിയറിങ്ങിൻ്റെ അടുത്തായിരിക്കും ഗിയർ എന്നാണ് വിചാരിച്ചത്, പക്ഷേ അല്ലാത്ത ഗിയറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഗിയറൊക്കെ പണ്ടേ ഉണ്ടോ? ഈ വിൻറ്റേജ് വണ്ടിയുടെ ബാക്കിലായിട്ട് നമ്മുടെ അംബാസഡർ കിടക്കുന്നതൊക്കെ. അംബാസഡറിനകത്ത് ഒന്നുമില്ല, ഗിയർ ബോക്സും കാര്യങ്ങളും ഒന്നുമില്ല, ബോഡി മാത്രമേ ഉള്ളൂ. ഇത് അപ്പുറത്തായിട്ട് പ്രീമിയർ പത്മിനി, അത് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ കുറച്ചധികം വിൻറ്റേജ് വണ്ടികളെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെ അകത്തായിട്ട് പഴയ വണ്ടി, ഫോർഡിൻ്റെ വണ്ടിയാണ്.
ഇതാ കണ്ടില്ലേ, ഫോർഡിൻ്റെ ബ്രാൻഡിങ് എല്ലാം ഉണ്ട്. ഇവിടെ വേറെയും വണ്ടികളെല്ലാം കിടപ്പുണ്ട്. ഇതാ ഇത് നോക്കിയാൽ ഈ വണ്ടി, ഇതിൻ്റെ ഒന്നും ശരിക്കും ആ ഒരു പേര് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മോറിസ്. ഇതങ്ങനെ വേറെയും വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്, മെറ്റൽ പീസുകൾ. ഇതൊക്കെ നോക്കേ, വണ്ടിയുടെ ടയറൊക്കെ ഉണ്ട്. അകത്തോട്ടെല്ലാം ഉണ്ട്, ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. എന്തായാലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അങ്ങ് ബാക്കിലോട്ടെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം അതിൻ്റെ റിപ്പയറിങ് വർക്കുകളെല്ലാം ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പാകുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ, പണിഞ്ഞ് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. പഴയ വണ്ടികൾ കൊണ്ടുവന്നാലേ, പഴയ വണ്ടികൾ പക്ഷേ ഇവിടെ വരെ കൊണ്ടുവരണം. കടലിനടി കിടന്നതാണോ, ടൈറ്റാനിക് പോലെ ഇരിക്കുക. എവിടെയൊക്കെ നോക്കേ, തുരുമ്പെടുത്ത് കംപ്ലീറ്റ് പോയിരിക്കുവാണ്. എന്തായാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇതാ തിയേറ്റർ എത്തിയിരിക്കുവാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഇതാണ് ക്ലിയോപാട്ര തിയേറ്റർ. പഴയ തിയേറ്ററായിരുന്നു, അത് റിനോവേഷൻ ചെയ്ത് അടിപൊളിയാക്കിയിരിക്കുവാണ്. എന്തായാലും നമുക്കേ തിയേറ്ററിലോട്ട് കയറി പടം കാണാം. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ സിനിമ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. ഇതെവിടെയായിട്ട് ഹിപ്പ് ഹോപ്പ് തമിഴയുടെ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കൂടെ അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ടല്ലേ. ഇപ്പം സമയം എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 1:50. അങ്ങനെ സിനിമയേക്കാൾ എനിക്ക് തിയേറ്ററിനെ കുറിച്ചാണ് പറയാനുള്ളത്. അത്യാവശ്യം നല്ല തിയേറ്ററാണ്. സൗണ്ടൊക്കെ നല്ല സൗണ്ടായിരുന്നു. സ്ക്രീനും നല്ല വലിയ സ്ക്രീനായിരുന്നു. സൗണ്ടിൽ സറൗണ്ട് സ്പീക്കേഴ്സിൽ ഡോൾബിയുടെ ഒരു ബ്രാൻഡിങ് എല്ലാം കണ്ടു. നമ്മുടെ കേരളത്തിലെ ചില തിയേറ്ററുകളിലും ഡോൾബിയുടെ ആ ഒരു ബ്രാൻഡിങ് ഉള്ള സ്പീക്കറെല്ലാം ഉണ്ട്. ഇതാ നമ്മൾ നേരത്തെ കണ്ട കണക്കത്തെ വണ്ടി. ഇനിയിപ്പം എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ, നേരത്തെ ആ ഒരു ഭയങ്കര ചൂടുള്ള വെയിലങ്ങ് മങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. ഇപ്പം ഞാൻ തിയേറ്ററിൻ്റെ അടുത്ത് നിന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ രാവിലെ ചായ കുടിച്ചില്ലായിരുന്നോ, ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച കടയില്ലേ, അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ കട. ഇവിടെ നിന്നാണ് ഞാൻ രാവിലെ കഴിച്ചിട്ട് പോയത്. എന്തായാലും രാവിലെ കഴിച്ചെടുത്തുനിന്ന് തന്നെ ഉച്ചയ്ക്കും കഴിക്കണ്ട, വേറൊരു കട ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ഹോട്ടലിൽ തപ്പി തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ അടുത്തോടെ ഇങ്ങനെ നടന്നപ്പോഴത്തെ ഇവിടെ ഒരു വണ്ടി നോക്കേ, ഹീറോ ഹോണ്ട അംബീഷൻ ബൈക്കിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാമല്ലേ ഈ ഒരു സംവിധാനം. ബൈക്കിൻ്റെ ബാക്കിലായിട്ട് ലോഡ് കയറ്റാൻ വേണ്ടി ചെയ്തിരിക്കുക. സാധാരണ ഈ TVS 50-കകത്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഒരു ബൈക്കിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത്. ഹീറോ ഹോണ്ട അംബീഷനാണ് വണ്ടി. ഈ ഹീറോ ഹോണ്ട അംബീഷൻ എന്ന് പറഞ്ഞ വണ്ടി ഒരുപാടൊന്നുമില്ല, വളരെ റെയറാണ്. എന്തായാലും ആ ഒരു വണ്ടി കൊള്ളാം. അങ്ങനെ ഞാൻ ഹോട്ടൽ തപ്പി ഓരോരോ വഴികൾക്കകത്തൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇങ്ങനത്തെ മെയിൻ റോഡിനകത്തൂടുള്ള വഴിയാകുമ്പോഴേ ഇതേപോലത്തെ വലിയ ബിൽഡിങ്ങിൻ്റെ ഷെയ്ഡ് കിട്ടും, വെയിൽ കൊള്ളാതെ നടക്കാം. ഇവിടെയായിട്ട് കിളികളെല്ലാം ഇരിപ്പുണ്ട് നോക്കേ. കിയോ സൗണ്ട് കേട്ടിങ്ങനെ നടക്കാം. ഇങ്ങനെ വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെയായിട്ട് നോക്കേ, ഡൊമിനോസിൻ്റെ പിസ്സ എല്ലാം ഉണ്ട്. പിസ്സ എല്ലാം കഴിച്ച് ശീലിച്ചവർ, അത് വേണമെന്ന് നിർബന്ധമുള്ളവർ ഇവിടെയൊക്കെ വന്ന് കഴിക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്താണ്. ഇതെങ്ങോട്ട് പോകുന്ന ബസ്സാണ്, മാതാക്കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. ഇതാ ഇങ്ങനെ നടന്നൊരു പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. 1962 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. 50 years. വലിയൊരു പൊക്കമുള്ളൊരു പള്ളിയാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കയറിപ്പോയ ഷെയർ ഓട്ടോ പോലത്തെ വണ്ടികളാണ്. ഈ ഒരു പരിസരത്ത് കുറച്ചധികം റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ചപ്പാത്തിയൊക്കെ ചൂടായിട്ടിരിപ്പുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം. കണ്ടില്ലേ, നല്ല ചൂട് ചപ്പാത്തി. ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും മതി. നല്ല വലിയ ചപ്പാത്തിയാണ്. അങ്ങനെ ഞാൻ 2 ചപ്പാത്തിയും ബീഫ് ചുക്ക എന്ന് പറഞ്ഞ ഐറ്റവും വാങ്ങിയിട്ടുണ്ട്. 80 രൂപയാണ് ബീഫ് ചുക്ക. എന്താ സംഗതി എന്നറിയാൻ വയ്യ. ബീഫൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. കൊള്ളാം, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ആഹാരമെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്നു. 125 രൂപ 3 ചപ്പാത്തിയും ഒരു ബീഫ് ചുക്കയും. ബീഫ് ചുക്ക കൊള്ളായിരുന്നു, പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഭയങ്കര എരിവായിരുന്നു.
എനിക്ക് ഭയങ്കര എരിവ് ഇഷ്ടമല്ല, അതൊരു പോരായ്മയായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമുക്ക് ഈ ഒരു വഴി കൂടെ നടന്നിട്ടേ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ഈ ഹോട്ടലിൽ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും വെയിൽ മങ്ങിയിട്ടുണ്ട്. വെയിൽ അടിക്കുന്നുണ്ടെങ്കിലും രാവിലെ അടിച്ചതിൻ്റെ അത്ര കാഠിന്യമില്ല ചൂടിന്. ഞാൻ ഈ ഒരു ലൊക്കാലിറ്റി തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട ഫയർ സ്റ്റേഷൻ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് പോയാൽ നേരത്തെ പോയ തിയേറ്റർ. എന്തായാലും നമുക്കേ രണ്ടിടത്തോട്ടും പോകാതെ ഈ വഴി നേരെ പോവാം. എന്തായാലും നല്ല സൈലൻ്റ് ആയിട്ടുള്ള വഴികളൊക്കെയാണ്. വലിയ വണ്ടികളോ അങ്ങനത്തെ ബഹളങ്ങളോ ഒന്നുമില്ല. നാലും കൂടി ജംഗ്ഷനൊക്കെ വന്നിട്ട് പോലും നല്ല സൈലൻറ്റ്. എന്തോ പറ്റി, ഇന്ന് ഹർത്താൽ വല്ലതും ആണോ? ഹർത്താൽ തമിഴ്നാട്ടിൽ കാണത്തില്ല, എന്നാലും എന്തോ പറ്റി? ഇവിടെ കടകളൊക്കെ അടഞ്ഞു കിടക്കുവാണ്. ഇതാ കണ്ടില്ലേ? ഞാനിങ്ങനെ ഫുട്പാത്തിൽ കൂടെ നടന്നു വന്നപ്പോൾ പിള്ളേരുടെ കലപില സൗണ്ട്. ഇവിടെ അടുത്ത് ഏതോ ഒരു സ്കൂളുണ്ടെന്നാണ് തോന്നുന്നത്. അതെ, ഈ കാണുന്നത് സ്കൂൾ കെട്ടിടമാണ്. ഇതോ ആ കാണുന്ന ബിൽഡിംഗ്, അവിടെ നിന്നാണ് സൗണ്ട് വന്നത്. ഇതിവിടെ കേട്ട് നോക്കിയാൽ വലിയ വലിയ വീപ്പക്കുറ്റികൾ, ക്യാനൊക്കെ ഇരിപ്പുണ്ട്. ഇതെവിടെ കേട്ട് ചാക്കിന് വേണ്ടിയിട്ടുള്ളൊരു കട, ചാക്കിൻ്റെ സെയിൽ, പലതരം ചാക്കുകൾ. ആ ബിൽഡിങ് കാണാനൊരു ഭംഗിയുണ്ട്. എന്തായാലും ഈ ഒരു വഴിയും കൊള്ളാം. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, എന്നാലും വീണ്ടും പറയുക, ഈ ഒരു വഴി കൊള്ളാം. ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലുണ്ടല്ലോ, ഒരു രസമുണ്ട്. നോക്കേ, റോഡ് കംപ്ലീറ്റ് ആയിട്ടും ബിൽഡിങ് ചെയ്തിരിക്കുകയാണ്. മതിലൊന്നുമില്ല, ഡയറക്റ്റ് ബിൽഡിംഗ് ആണ്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ബാങ്കൊക്കെ ഉള്ളൊരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ, അതെല്ലാം ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, മതിലുകളില്ലാതെ കംപ്ലീറ്റ് റോഡിനോട് ചേർന്ന് തന്നെ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുകയാണെന്ന്. ഈ ബാങ്കിൻ്റെ ബിൽഡിങ്ങും എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ കഴിച്ചിട്ട് എത്ര നടന്നിട്ടും ക്ഷീണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കാളവണ്ടിക്ക് ഓടിക്കൊണ്ടിരുന്ന കാളയുടെ മാംസമാണെന്ന് തോന്നുന്നു ബീഫ് ചുക്കയ്ക്ക് തന്നത്. വണ്ടിക്കാള നടക്കുന്നത് പോലെ നടക്കുവാണ്, ഒരു ക്ഷീണവും ഇല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റോഡ് കംപ്ലീറ്റ് ബാങ്കുകളാണെന്ന്. ഇതെവിടെ ബന്ധൻ ബാങ്ക്, അവിടെയായിട്ട് കാനറ ബാങ്ക്, അങ്ങനെ പല പല ബാങ്കുകളുണ്ട് ഈ ഒരു റോഡിൽ. റൈറ്റ് സൈഡിലായിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ട്. ഈ ഒരു ബിൽഡിംഗ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നോക്കേ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ആണ്. 62803 ന്യൂ കോളനി ടുട്ടുക്കോറിൻ, അതിൻ്റെ പിൻകോഡ്. എന്തായാലും കൊള്ളാം, ഈ ഒരു വഴി നല്ല നീറ്റായിട്ടുണ്ട്. ബിൽഡിങ്ങുകളുടെ എല്ലാം പഴക്കവേ അത് കാണാനൊരു പ്രത്യേക ഫീലുണ്ട്. അതിപ്പോഴ് നടന്ന് SBI ബാങ്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വിക്ടോറിയ റോഡിലൂടെയാണ് നമ്മൾ നടന്ന് വന്നുകൊണ്ടിരുന്നത്, കണ്ടില്ലേ? അങ്ങനെ ഞാൻ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും നടന്ന് ഇപ്പോഴ് ഒരു പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി കാറ്റ്, കടലോര കാറ്റ്. ആ പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താ, ഒരമ്മ പൈസയൊക്കെ ചോദിക്കുന്നുണ്ട്. കേരളം വിട്ടു കഴിഞ്ഞാലേ ഒരുപാട് ഭിക്ഷക്കാർ, യാചകരുണ്ട്. അതിനൊക്കെ നമ്മുടെ നാട് വേറെ ലെവലാണ്. ആൾക്കാരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും കേരളത്തിൽ ഭിക്ഷ എടുക്കുന്നവരൊന്നുമില്ല. ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും കുറവാണ് താരതമ്യേന. വേറുള്ള സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അത് കുറവാണ്. അങ്ങനെ ഞാൻ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. മാതാക്കോവിൽ ഇതാണ്. അങ്ങനെ നമ്മൾ നടന്നു വന്നെത്തിയിരിക്കുന്ന ഈ പള്ളിയുടെ പേരാണ് മാതാക്കോവിൽ. മാതാക്കോവിൽ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച ബസ്സെല്ലാം ഉണ്ട്. ഇവിടം വരെ വരും. ഇവിടം വരെ വന്നിട്ട് U-ടേൺ എടുത്ത് തിരിച്ചു പോകും. ഇതാ കണ്ടില്ലേ, മാതാക്കോവിൽ. ഇതാണ് മാതാക്കോവിൽ. വേളാങ്കണ്ണി പള്ളി പോലെ ഒരു വെള്ള കളർ പള്ളിയാണ്. ഇതേപോലെ വെള്ള കളർ പള്ളികൾ കാണാനൊരു പ്രത്യേക ഫീലാണ്. അവിടെ പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുവാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആംഗ്ലെയറും പൈപ്പൊക്കെ വെച്ചിട്ടേ എന്തൊക്കെയോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ. ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവിടെ പള്ളിയുടെ പുറത്തായിട്ട് അവിടെ ആയിട്ടൊരു കൊടിമരം എല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് വന്ന് തൂത്തുക്കുടിയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അതിൽ കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ വീഡിയോ എല്ലാവരും കാണണമെന്നില്ലല്ലോ. ഇതും എല്ലാവരും കാണണമെന്നൊന്നുമില്ല, പക്ഷേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് കാണാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഞാനങ്ങ് പറയുക. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് ഒരു കൊടിമരം എല്ലാം ഉണ്ട്. എന്തായാലും ഇത് കൊള്ളാം. ഈ ഒരു കൊടിമരം നിർത്തിയിരിക്കുന്ന ആ ഒരു രീതിയെ, ചീനവലയൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് അതിൻ്റെ കെട്ടല്ല. ചീനവല പിന്നെ ഈ പായ്ക്കപ്പലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു രീതി. വലിയ ബട്ടൺസ് പോലെ ഉണ്ടല്ലേ. ഇതെവിടെയായിട്ട് വോൾക്സ് വാഗൻ്റെ ലോഗോ പോലത്തെ ഒരു സംഗതി വരച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പരിസരത്ത് നിൽക്കാൻ കൊള്ളാം. ഒരു പ്രത്യേക ഇതിനപ്പുറത്തെ സൈഡിലായിട്ട് കടലാണ്. ഫിഷിംഗ് ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ആ ഒരു മീനിൻ്റെ മണവും ഒക്കെ ആയിട്ടേ
ഉണക്കമീൻ്റെ മണവും പിന്നെ പച്ചമീൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, ഒരു ചന്ത വൈബ്, മനസ്സിലായില്ലേ? ഇവിടെ ആയിട്ട് JLP റോസ് വിക്ടോറിയ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഷെവാലിയർ അങ്ങനെയാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഒരു സ്മാരകം 26/9/1894 മുതൽ 15/10/1962 വരെ കാലഘട്ടം എല്ലാം അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടായിട്ട് അവിടെയായിട്ട് ബെൽ ഹാർബർ ഹോട്ടൽ അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സീ ഫുഡൊക്കെ ആയിരിക്കാം. ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, ജൈൻ വീലെല്ലാം കാണാം, കുഞ്ഞ് ജൈൻ വീൽ. ഇത് ചവിട്ടി കറങ്ങുന്നതാണ്. ആൾക്കാർ ഇതിൽ നിന്നിട്ടേ അങ്ങനത്തെ ജൈൻ വീലാണിത്. ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, കണ്ടില്ലേ? കുറച്ചധികം അങ്ങനത്തെ സംഗതികളെല്ലാം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവലോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാ ഞാനങ്ങനെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടെ നടന്നു വന്നപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ഫിഷിംഗ് ബോട്ടുകളൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്, ഒരു യാർഡാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ? ഇത് അങ്ങോട്ടായിട്ടെല്ലാം ഉണ്ട്. ഇതാ ഞാനിങ്ങനെ അകത്തോട്ട് വന്നപ്പോൾ ഇവിടെയും ഒരു പള്ളിയുടെ ഒരു ഭാഗമാണ്, ചെറിയൊരു പള്ളി. ഇത് ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ടായിട്ട് ബോട്ടുകളെല്ലാം വെച്ചിട്ടുണ്ട്, മീൻ പിടിക്കുന്ന ചെറിയ ചെറിയ വള്ളങ്ങൾ. എന്തായാലും ഈ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോഴേ കൊള്ളാം, ഈ ഒരു സ്ഥലം കൊള്ളാം. നോക്കിയേ, പഴയ ഇതിപ്പം ഉപയോഗിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് ഉപയോഗശൂന്യമായിട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇത് അവിടെയൊക്കെ ആയിട്ട് പുതിയ ഉരുവെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വയ്യ. ഫിഷിംഗ് ബോട്ട്, മീൻ പിടിക്കാനുള്ള വള്ളമാണ് എന്തായാലും. ഉരുവിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് അവിടെ ആയിട്ടൊരു ബോട്ട് മുങ്ങിക്കിടപ്പുണ്ട്. ഒരു ബോട്ട് മുങ്ങിയും ഒരു ബോട്ട് ചരിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ആ ഒരു പഴയ ബോട്ട് കാണാനൊരു പ്രത്യേക ഫീലുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ലതായിരിക്കും. എന്തായാലും നമുക്ക് തിരിച്ച് റോഡിലോട്ട് ഇറങ്ങാം. ഓക്കെ, താങ്ക് യു ബ്രദർ. പേര്? സെൽവം. ബോട്ടിൻ്റെ യാർഡിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടി. ഇതാ ഇപ്പോഴേ ഒരു ഉപ്പൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ ഈ കാണുന്നതെല്ലാം കറിയുപ്പാണ്. നോക്കേ, കറിയുപ്പ് മഞ്ഞ് മല പോലെ കിടക്കുന്ന കണ്ടില്ലേ, ഒരുപാടുണ്ട്. ഉപ്പ് കയ്യിലെടുക്കുമ്പോഴത്തേക്കുവേ കൈ ഒരുമാതിരി ഇങ്ങനെ ഒട്ടും. ബീച്ചിൽ കടൽ വെള്ളത്തിൽ നമ്മുടെ കൈയും കാലൊക്കെ നനയ്ക്കുമ്പോൾ ഒരു ഒട്ടൽ വരുമല്ലോ, അതേപോലെ ഒരു ഒട്ടൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം ഉപ്പുപാടമാണ്. ഓക്കെ, ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ഉപ്പ് എടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുവാണ്. ഇത് അവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ നിന്ന് ജോലി ചെയ്യുന്നത് കാണാം. ഇതാ ഈ വെള്ളം നോക്കേ, ഇതും ഉപ്പ് വെള്ളമാണ്. കുറച്ച് മാങ്ങ കൊണ്ടിടായിരുന്നല്ലേ, ഉപ്പ് പിടിച്ച് കിടന്നേനെ. മാങ്ങയും കുറച്ച് മുളകും ഒക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടക്കും. ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്, അങ്ങോട്ടെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. തൂത്തുക്കുടി ടു തിരുച്ചെന്തൂർ റൂട്ടിൽ ഇഷ്ടം പോലെ ഉപ്പുപാടം ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇവിടെയും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളിനി അവിടം വരെ പോയി അത്രയും ഇഷ്ടം പോലെ കാണേണ്ട കാര്യമുണ്ടോ? ഇത്രയും കണ്ടാൽ പോരെ? നോക്കട്ടെ, സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. എത്ര നാൾ தேவைப்படும் ഉപ്പ് எப்படி എടുக்கிறதுக்கு? 15 നാൾ போதுமா? இப்படி தண்ணியிலிருந்து ഉപ്പ് വന്നിടുമാ? എല്ലാവരും അവരവരുടേതായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുവാണ്. ഇത് കാലയിൽ സ്റ്റാർട്ട് പണുമാ വേല? സായങ്കാലം 3 മണിയിലിருந்து അപ്പം വൈകുന്നേരം 3 മണിക്കാണ് ഇവർ വരുന്നത്. എന്നിട്ട് ചുമന്ന് കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നാണ് പറഞ്ഞത്. ഇത് എவ்வளோ கிடைக்கும் അമ്മ ഒരു നാளைക്ക് കൂലി? 600 രൂപ കിടക്കുമോ? ரொம்ப കഷ്ടമല്ലേ? ഒരു രാത്രി 10 മണി വരെ ഇതേ കണക്ക് ചുമക്കണം, 600 രൂപ കിട്ടത്തുള്ളൂ. ഒരുപാട് സമയം എടുക്കുമെന്നാണ് പറയുന്നത് ഈ ചുമന്ന് തീരാനേ. രാത്രി 10 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. 3 മണി മുതലേ വെയിൽ കൊള്ളുക. വൈകുന്നേരം ഒരു 6 മണി ആ ഒരു സമയം വരെ ഏകദേശം ഒരു സൂര്യൻ്റെ ആ ഒരു സാന്നിധ്യം കാണും. എന്നാലും രാത്രിയാണെങ്കിലും ചുമക്കണ്ടേ? ഒന്നാലോചിച്ച് നോക്കേ, ചുമന്ന് നടക്കുന്നത്. ശരിങ്ങമ്മ. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചത് കല്ലുപ്പല്ലേ? പൊടിയുപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചില ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിക്കാണും. അങ്ങനത്തെ ചിന്തകളുണ്ടെങ്കിൽ ആ മണ്ടൻ ചിന്തകൾ കളയുക. ഈ കല്ലുപ്പ് പൊടിച്ചിട്ടായിരിക്കുമല്ലോ പൊടിയുപ്പാക്കുന്നത്. അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെയും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഈ ഒരു വഴി കൂടി ഇങ്ങനെ നടക്കാനൊരു പ്രത്യേക രസമുണ്ട്. ദൂരെയായിട്ട് ബസ്സും ലോറിയൊക്കെ വരുന്നതേ, ഈ സ്ട്രെയിറ്റ് റോഡിൽ കൂടി ഇങ്ങനെ വണ്ടികൾ വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. ഞാനിങ്ങനെ ഉറക്കെയാണ് സംസാരിക്കുന്നത്. ഈ കാറ്റിങ്ങനെ അടിക്കുന്നത് കൊണ്ടേ നല്ല ഉറക്കെ സംസാരിക്കുക. തൊണ്ടയൊക്കെ മൊത്തത്തിലൊരു ഉപ്പുമയം. ഇത് അങ്ങോട്ടായിട്ടൊക്കെ വലിയ വലിയ ആണവ നിലയങ്ങളുടെ ആ ഒരു സംഗതികളെല്ലാം കാണാം. വലിയ എന്തുവാണ് പറയുന്നത്, ലൈറ്റ് ഹൗസ് പോലൊക്കെ നല്ല പൊക്കത്തിൽ പുകക്കുഴലും
അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാം. അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവം ഇവിടെ നിന്ന് കാണുമ്പോഴേ. ഞാനങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു. ചെറിയൊരു പാലം. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. ഇത് ഈ കാണുന്നതെല്ലാം കണ്ടൽക്കാടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആയിരിക്കണം. അങ്ങനെ ഞാൻ ഉപ്പുപാടത്തെല്ലാം പോയിട്ട് ദാ ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ടായിരുന്നു. ഫുട്പാത്തിൻ്റെ അടുത്ത് ഈ കുടയെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ കുടയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴതിനെ താഴെ വന്നിരുന്ന് കുറച്ചധികം നേരം റെസ്റ്റ് എടുത്തു. ഇപ്പം വൈകുന്നേരം ഒരു സമയം വാച്ച് കൂടത്തല്ല പുല്ല് 5:50 ആയിട്ടുണ്ട്. ഞാനൊരു വൈകുന്നേരം ഒരു എത്ര മണിക്കാണ് വന്നത്? കുറച്ച് നേരത്തെ വന്നതാണ്. കുറച്ചധികം നേരം ഈ സ്ഥലത്ത് റെസ്റ്റ് എടുത്തു. നല്ല ഒരു ഫീലായിരുന്നു ഇവിടെ കാറ്റും കൊണ്ടിരിക്കാൻ. ഈ ഒരു കായൽ പോലത്തെ ഈ ഒരു തടാകത്തിൻ്റെ അടുത്തിരിക്കാനേ, തടാകമല്ല അതോ അങ്ങ് ദൂരെയായിട്ട് കടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു. കുറച്ചധികം നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നടക്കുവാണ്, തൂത്തുക്കുടി ഭാഗത്തോട്ട് പോവുകയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും മാതാക്കോവിൽ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു പള്ളി. അപ്പോഴവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ ഞാനിപ്പം ഈ നടന്നു പോകുന്ന ഫുട്പാത്ത്. ഇതുവഴി കൂടെ നടക്കാനും ഇവിടെ വന്നിരിക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ വാക്കിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ നടന്ന് മാതാക്കോവിലിൻ്റെ ആ പരിസരത്ത് പോയിട്ട് അവിടെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. എനിക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ രാത്രി 10 മണിക്കാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന വണ്ടി തിരിച്ചു പോകുന്നതും പാലരുവി എക്സ്പ്രസ്സിലാണ്. ഇങ്ങോട്ട് വന്നത് 16792 എന്ന് പറഞ്ഞ ട്രെയിൻ നമ്പറായിരുന്നു. തിരിച്ചു പോകുമ്പോൾ 16791. അത് രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു 4:30 ആകുമ്പോൾ കൊല്ലം എത്തും. അങ്ങനെയാണ് വേർ ഇസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷനകത്ത് കാണിക്കുന്നത്. 4:30 4:45 ആ ഒരു സമയത്ത് കൊല്ലം എത്തും. അപ്പോഴതിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഇങ്ങോട്ട് വന്നതും സ്ലീപ്പറിലായിരുന്നു, തിരിച്ചു പോകുന്നതും സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. 175 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോഴെന്തായാലും നമ്മുടെ തൂത്തുക്കുടിയിലെ ഒരു 1 ഡേ ട്രിപ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു ദിവസം വന്ന് കറങ്ങിയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ തൂത്തുക്കുടി. ഞാൻ വന്ന ഈ ട്രെയിൻ അതിന് ഏറ്റവും ഉപകാരമുള്ളൊരു ട്രെയിനാണ് പാലരുവി എക്സ്പ്രസ്. കാര്യം രാത്രി ഞാൻ വന്ന കാര്യം പറയാം. ഞാൻ കൊല്ലത്തുനിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് രാത്രി 11:15 കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെ വീഡിയോയുടെ ആദ്യം പറഞ്ഞതായിരുന്നു, രാവിലെ 6:30 ആകുമ്പോഴത്തേക്കും ഈ തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. എന്നിട്ട് ഈ പരിസരത്തെല്ലാം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ കുറച്ചധികം നേരം റെസ്റ്റ് എടുത്ത് ഒരു സിനിമയ്ക്കും എല്ലാം പോയി വളരെ സമാധാനത്തോടെ ശാന്തമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോഴെന്തായാലും ഇതിലേക്കൂടെ ഈ ഒരു ഫുട്പാത്തിൽ കൂടെ നടന്ന് തൂത്തുക്കുടി ഭാഗത്തോട്ട് പോകാം. ഇതെല്ലാം ഞാനീ നടന്നു പോകുന്നതെല്ലാം തൂത്തുക്കുടിയുടെ ഭാഗം തന്നെയാണ്. എന്നാലും ആ തൂത്തുക്കുടി ടൗണിൻ്റെ പരിസരത്തോട്ട് പോയിട്ട് രാത്രി 10 മണിക്കുള്ള ട്രെയിൻ പിടിക്കാം. ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്, നോക്കട്ടെ. ഇതിനെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിലെല്ലാം കുളിച്ച് ഫ്രഷായിട്ട് ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുവാണ്. രാത്രി 10 മണിക്കാണ് ട്രെയിൻ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ ആയിട്ട് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ടേ നമുക്ക് പോകാം. നോർത്ത് കോട്ടൺ റോഡ് അതുവഴി ഞാനിങ്ങോട്ട് വന്നത്. ഇങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ കുമാർ പൊറോട്ട കടയിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഇതാ കണ്ടില്ലേ, പൊറോട്ട അടിച്ചു വെച്ചിരിക്കുന്നത് പൊരിച്ച പൊറോട്ടയാണ്. അങ്ങനെ ഇതാ പൊറോട്ട വന്നിട്ടുണ്ട്. പൊറോട്ടയൊക്കെ പിച്ചിട്ടിരിക്കുവാണ്, പിച്ചിപ്പൊട്ട പൊറോട്ട. ഇവിടെ ചിക്കനും ഉണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൊള്ളാം. കൊള്ളാം. പൊറോട്ടയും ഗ്രേവിയും ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ പൊറോട്ട ഇങ്ങനെ പിച്ചി കീറി തരുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ അവർ നേരത്തെ അങ്ങ് പിച്ചി കീറി, ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, കഴിഞ്ഞു. ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കഴിച്ചു നോക്കുന്നത്. സാധാരണ നമ്മൾ സ്വയമല്ലേ അത് പിച്ചി കീറുന്നത്. ഇങ്ങനെ വേറൊരാൾ പിച്ചി കീറിയ പൊറോട്ട കഴിക്കുന്നതും ഒരു എക്സ്പീരിയൻസ് ആണ്.